ജീവിക്കുന്നത്. ഇവിടെ എന്തൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു? മൈക്ക് ഇട്ടോ ഇല്ലല്ലോ, ചെവിക്കറിയാം. ഞാൻ കേൾക്കും. ഞാൻ വിചാരിച്ചില്ല നീ ഇങ്ങനത്തെ ഒരു വർത്താനം എന്നോട് പറയുന്നു. എന്റെ പേഴ്സ് എടുക്കാൻ മറന്നു. എനിക്ക് 1000 rupees വേണമല്ലോ. അത് നീ നിന്റെ വീട്ടിൽ പോയി എടുത്താൽ മതി. എന്റെ കൂടെ ശൈത്യം ഉണ്ടായിരുന്നു ഒന്ന്. നീ എന്നോടാ പറഞ്ഞത്, നീ നുണച്ചി. നീ എന്നോടാ നുണച്ചി പാറു. നീ എന്നോടാ മോളെ പറഞ്ഞത്. എന്താടാ മരപ്പട്ടി നോക്കി നിക്കണേ? 1000 രൂപ എടുത്ത് ഇയാളുടെ അണ്ണാക്കിലേക്ക് തിരികെ. അല്ല, ഇതിപ്പോ ഏത് കണക്കിൽ എന്റെ അമ്മൂമ്മയുടെ 16 അടിയന്തരം നടത്തി എന്നുള്ള കണക്കിലങ്ങടെ എഴുതിയ ആയതുകൊണ്ട് എല്ലാരും ഇവിടെ ഇരിക്കുന്നത്. നിന്റെ കഴിവുകൊണ്ട് എല്ലാരും ഇവിടെ ഇരിക്കുന്നത്. പുറത്ത് നീ പൈസ എണ്ണിക്കോർത്തോണ്ട് മാത്രമാണോ ഇരിക്കുന്നത്? അത് നിന്റെ കഴിവല്ല, നീ മനസ്സിലാക്ക. 100 എടോ, ഇത് ആദ്യം പറഞ്ഞോളൂ. 200 100 100 100 200 300 എത്ര വേണമെങ്കിലും ഇമാതിരി ചേറ്റ വർത്താനം നിങ്ങൾ രണ്ടും പറഞ്ഞിരുന്നെങ്കിൽ അന്തസരി ഞാൻ കൈ വെച്ചിട്ട് ഇവിടെ ഇറങ്ങി പോത്തുണ്ടാവും. ഇവിടുന്ന് പോയാലും കുഴപ്പമില്ലായിരുന്നു. എനിക്ക് വയ്യ, ഞാൻ മരിക്കാൻ പോവാ. അല്ല, ഈ കോണ്ടസ് എന്ന് പറഞ്ഞ കാറല്ലടാ. സൈലൻസ് പ്ലീസ്. അങ്ങനെ ഒരു കാർ ഉണ്ട്. ഒരു 500 rupees കൊടുങ്ങിയത്. അപ്പൊ 1500. കണക്കെല്ലാം കണക്കുപോലെ. പിന്നെ അവിടെ ചെന്ന് കിട്ടിയില്ല എന്ന് കംപ്ലൈന്റ് പറഞ്ഞു. നന്ദി പറയണടാ, നന്ദി.